സമയം ഇപ്പോൾ 2 മണിയായി. ഞാൻ നിൽക്കുന്നത് അജ്മീർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ജസ്റ്റ് ഇപ്പോൾ വന്ന് ഇവിടെ അറൈവ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് പറയുമ്പം അജ്മീറിലെ കുറച്ച് കാഴ്ചകളാണ്. അജ്മീർ ദർഗയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സെറ്റപ്പോട് കൂടിയും കിടക്കുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുന്ന ആദ്യമായിട്ട് ഇന്നാണ്. ബാക്കിയെല്ലാം നമ്മൾ പോയ റെയിൽവേ സ്റ്റേഷനിലെല്ലാം പണിയൊക്കെ നടക്കുന്ന കാരണം ജസ്റ്റ് വെയിറ്റിംഗ് റൂം പോലും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. ഇവിടെ പക്ഷേ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാനുള്ളത് അജ്മീറിലാണ്. അപ്പോൾ അജ്മീറിലെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴേ തന്നെ നമ്മളെ പിടിക്കാൻ വേണ്ടി ഓട്ടോ ചേട്ടന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. എങ്ങോട്ടാ പോകണേ എവിടോട്ടാന്നുള്ള അന്വേഷിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട്, ഓടി എത്തിയിട്ടുണ്ട്. നമ്മളെങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അജ്മീർ റെയിൽവേ സ്റ്റേഷന് ഈ ഒരു അജ്മീർ ദർഗ വരെ പോകാനായിട്ട് 1 കിലോമീറ്ററാണുള്ളത്. നമുക്ക് ഓട്ടോ എടുത്തിട്ടും പോകാം, പിന്നെ അതുപോലെ നടന്നു പോകാം. നമ്മൾ സ്ഥിരം പോലെ ഇന്നും നടന്നു തന്നെയാണ് പോണത്. അപ്പോൾ 1 കിലോമീറ്ററല്ലേ ഉള്ളൂ. നമുക്ക് നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നേരെ അജ്മീർ ദർഗയിലോട്ട് പോവാം. ഇവിടെ എല്ലാം ഫുള്ള് ഷോപ്പുകളാണ്. ഈ സൈഡൊക്കെ കണ്ടില്ലേ, മൊത്തം ഫുഡിൻ്റെ ഷോപ്പുകളാണ്. ബേക്കറികളും കുറേ സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ കുറേ കച്ചവട സാധനങ്ങളൊക്കെയാണ് ചുറ്റാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ നേരെയുള്ള റോഡ് വേണം നടന്നു പോകാനായിട്ട്. വലിയ തിരക്കൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വലിയ തിരക്കില്ല. ഇപ്പോൾ ഉച്ച സമയം കൂടെയാണ്. ഇവിടെയൊക്കെ ഫുഡിൻ്റെ ഓരോ ഷോപ്പുകളൊക്കെ, ഈ സൈഡിലൊക്കെ ഫുഡിൻ്റെ ഷോപ്പുകളാണ്. നമ്മളിപ്പോൾ ദർഗയിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ കുറേ വഴികൾ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 400 മീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചത് ഇത് കണ്ടോ. ഇത് എനിക്കിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ടൂറിസം ബ്യൂറോ എന്നും പറഞ്ഞ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഇവിടെ അടുത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തിരക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ പുതിയതായിട്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ കയറി തിരക്കാം. അപ്പോൾ അങ്ങനെ തിരക്കിയപ്പോഴത്തേക്ക് അവർ തന്നൊരു സംഭവമുണ്ട്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇവിടെ അടുത്ത് കാണാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ്, പിന്നെ ഹോട്ടൽ വേണമെങ്കിൽ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, നമ്പേഴ്സ് അങ്ങനത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇതിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. കാരണം പുതിയതായിട്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് അവർക്കിത് ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതെനിക്ക് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി രാജസ്ഥാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. എന്തോരം ഫുഡിൻ്റെ ഷോപ്പ് നോക്കിയാൽ ഫുള്ള് ഫുഡാണ്. നമ്മളിപ്പോൾ ദർഗയുടെ ആ ഭാഗത്തെത്തി. പക്ഷെ നമുക്ക് ബാഗ് ഇവിടെ ലോക്ക് റൂമിൽ വെച്ചിട്ട് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. വീഡിയോ അലൗഡാണോ ഒന്നും അറിയത്തില്ല. സൈഡിലൊക്കെ ഉണ്ടല്ലേ ഫുള്ള് ഫുഡിൻ്റെ ഷോപ്പുകളാണ് മൊത്തം എല്ലായിടത്തും. കുറേ മലയാളി ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ മലയാളി ഹോട്ടലുകൾ ഞാൻ കണ്ടു. 2-3 എണ്ണം കണ്ടു മലയാളി ഹോട്ടലുകൾ. ഇത് കണ്ടു. ഇതെല്ലാം ഫുഡിൻ്റെ ഷോപ്പുകളാണ്. ഒരുപാടുണ്ട് ഫുഡിൻ്റെ ഷോപ്പുകൾ. ഫുഡാണെന്ന് തോന്നുന്നു ഇവിടെ മെയിൻ. അപ്പോൾ നമുക്ക് ഗേറ്റ് നമ്പർ 2 അടുത്ത് പോയി കഴിഞ്ഞാൽ ലോക്കർ റൂം കിട്ടുമെന്ന് പറഞ്ഞു ബാഗ് വയ്ക്കാൻ. ഇതിപ്പം ഗേറ്റ് നമ്പർ 3 ആണ് കണ്ടില്ലേ. നമുക്ക് ഇതുവഴി നടന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ 2-ലെത്തും. അവിടെ നമുക്ക് ബാഗ് വെച്ചിട്ട് വേണം ഇതിനകത്ത് കയറാനായിട്ട്. ഫോൺ അലൗഡാണ്, പക്ഷേ വീഡിയോ അലൗഡാണോ എന്ന് അറിയത്തില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ബിരിയാണിയൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ ഈ സൈഡിൽ വെച്ച് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുന്ന പോലത്തെ ഫുഡ് സ്ട്രീറ്റ്, പക്ഷേ അതിൽ നിന്നും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴിക്കെല്ലാം കണ്ട്. ഞാൻ വീഡിയോ എടുത്തുള്ളൂ. കണ്ടോ, ഫുള്ള് ഫുഡിൻ്റെ ഷോപ്പുകളാണ് മൊത്തം. ഞാനങ്ങനെ 2ാം ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് 2ാമത്തെ ഗേറ്റ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കണ്ട് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബാഗെല്ലാം അതിനകത്ത് വെച്ചിട്ട് വേണം കയറാൻ. ചെരുപ്പ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് കയറാം. ആ ഫോൺ എവിടെയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അകത്തുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമുക്ക് ബാഗേജ് എല്ലാം നമ്മൾ അതിനകത്ത് കൊണ്ടുവച്ച് പിന്നെ ചെരുപ്പ് ഇവിടെ ഇട്ട് കയറാം. നമ്മളിപ്പോൾ ഇതിനുള്ളിലാണുള്ളത്. ദർഗയുടെ ഉള്ളിൽ കണ്ടോ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട്. അകത്ത് നല്ല തിരക്കുണ്ട്. ഇവിടെ 4 ഗേറ്റ് ഉണ്ട് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. 4 സൈഡിൽ നിന്ന് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഈ 2 സൈഡിൽ ചെമ്പ് കണ്ടില്ലേ. ഇതിനകത്ത് ഇവർ കുക്ക് ചെയ്യുന്നുണ്ട്. എത്രയോ കിലോ റൈസ് ഇട്ടാണ് കുക്ക് ചെയ്യുന്നത് അവർ. എൻ്റെ കൃത്യ കണക്ക് ഞാൻ മറന്നുപോയി. കണ്ട ഈ സൈഡിലും ഉണ്ട്, അതുപോലെ തന്നെ കണ്ട ഈ സൈഡിലും മേളിലുണ്ട്. നമുക്ക് മേളിൽ കയറി കാണാൻ തോന്നും. മേളിൽ പോയി നോക്കാം. കണ്ടില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വീണ്ടും ഇന്നും മഴ കയറി തുടങ്ങി. ഈ നേരമാകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇവിടെ മഴയും സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഇവർ ഫുഡും പൈസയും പിന്നെ ഈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ സമർപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടോ, ഫുള്ള് പൈസയും അരിയും ചാക്കും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ കണ്ടോ, ഗൂഗിൾ പേയുടെ സംഭവങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് പൈസയൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാവരും കണ്ടോ പൈസ ഇടുന്നുണ്ടോ, അരിയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് ഈ അരി വെച്ചിട്ടൊക്കെയാണ് ഇവരിവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ നല്ല മേളിലൂടെ ഒന്ന് കയറി നോക്കാം. അവിടെ കണ്ട് നല്ല തിരക്കുണ്ട്. ചെറിയ പൊടിച്ചാറ്റിലൊക്കെ ഉണ്ട്. അവിടെ മേളിലൊരു പള്ളിയുണ്ട്. അതിൻ്റെ ആ മലേൻ്റെ മേളിൽ ഇതുണ്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഈ അരി പൈസ ഇതെല്ലാം ഇട്ടേക്കുന്നില്ല. ഇതേപോലെ തന്നെ അപ്പുറത്തും പറഞ്ഞുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2400 കിലോ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. മറ്റേ ആ ഒരു ചെമ്പെന്ന് പറയുമ്പോഴത്തേക്ക് 4800 കിലോ
കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചെമ്പാണ് ഇത്. 2 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇവർ ഈ അരിയൊക്കെ കൊണ്ടിടുന്നില്ല, ഈ അരിയൊക്കെ വെച്ചിട്ട് ഇവർ സ്വീറ്റ് റൈസ് ഉണ്ടാക്കും. കണ്ടോ, അതാണ് കണ്ട് ഇവിടെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചേക്കുന്നുണ്ടോ. രാവിലെയും വൈകിട്ടുമാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ഏത് സമയത്താണെന്ന് അറിയത്തില്ല. വൈകുന്നേരം 8 മണിക്ക് ഇവർ ഇതിൽ പ്രിപ്പറേഷൻ ആരംഭിക്കും. ഇവരിതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഈ അരിയും ഇവിടെ ഈ ഓഫറിംഗ് ആയിട്ട് കൊടുക്കുന്ന അരികളൊക്കെ അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം ഇട്ട് വെച്ചിട്ട് ഇതിനകത്ത് സ്വീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇതിനകത്തും പ്രിപ്പയർ ചെയ്യും, അതിനകത്തും പ്രിപ്പയർ ചെയ്യും. രണ്ടും ഇതിനകത്ത് 2400 അതിനകത്ത് 4800 കിലോ വെച്ചിട്ട് 2 എണ്ണത്തിനകത്തും പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് എല്ലാവർക്കും അത് സെർവ് ചെയ്യും. ബാക്കി ഇത് രാവിലത്തേൻ്റെത് ബാക്കി വന്നത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഭാഗത്ത്. കണ്ടോ, അടിപൊളിയല്ലേ, എത്രയും വലുതാണെന്ന് നോക്കിയേ. ഇതിനേക്കാൾ 2 ഇരട്ടി വലിപ്പമുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട ആ സൈഡിലുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആൾക്കാരുണ്ടോ, പൈസയൊക്കെ ഇടുന്നുണ്ട്. ഈ അജ്മീർ ദർഗ എന്ന് പറയുന്നത് ഇതൊരു സൂഫി ടോംബാണ്. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടിലത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൂഫി ടോംബാണ്. സൂഫി സെയിൻ്റ് ആയിട്ടുള്ള ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി എന്ന പുള്ളിക്കാരൻ്റെ ടോംബാണ് ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക്. ഇവിടെ കണ്ടില്ല, ഇപ്പോൾ മഴയൊക്കെ പെയ്തെന്ന് ഒഴിച്ചിട്ട് ആൾക്കാരെല്ലാം വീണ്ടും അതിനകത്തോട്ട് സന്ദർശിക്കാനൊക്കെ അതിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ രണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് 4800 കിലോ കപ്പാസിറ്റി ഉള്ളതും മറ്റേത് 2400 കിലോ കപ്പാസിറ്റി ഉള്ളതാണ്. ഈ 4800 കിലോ കപ്പാസിറ്റി ഉള്ളതെന്ന് പറയുമ്പോൾ ജഹാംഗീറിൻ്റെ സമയത്ത് പുള്ളിക്കാരൻ ഗിഫ്റ്റ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ അക്ബറിൻ്റെ ടൈമിൽ അക്ബർ കൊടുത്തതാണ് ആ 2400 എന്ന് പറയുന്നത്. ജഹാംഗീറും അക്ബറും കൂടെ ചേർന്നിട്ടാണ് ഈ 2 സംഭവങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും ഫുഡ് കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ജഹാംഗീറും അക്ബറിൻ്റെ ആ കാലഘട്ടത്തിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് ഈ 2 സംഭവം എന്ന് പറയുന്നത്. ഇപ്പോഴും അതിനകത്ത് തന്നെയാണ് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് റിനോവേറ്റ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. അന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ആ സംഭവത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ കണ്ടോ, പൂവൊക്കെ കണ്ടോ, ഈ പൂവൊക്കെ ഇവിടെ മറ്റേ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് പൂവൊക്കെ നേർച്ച വയ്ക്കില്ല, അതുപോലെ വെക്കുന്ന സംഭവമാണ്. നമ്മളെ കുറേ പേര് പറഞ്ഞായിരുന്നു ഈ പൂ വാങ്ങിച്ചുകൊണ്ട് അകത്ത് കയറണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടില്ല, അതിനകത്തോട്ട് നിസ്കാരത്തിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇവിടെ മറ്റേ ക്ലീൻ ചെയ്യാൻ, കൈയും കാലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് എനിക്കൊന്ന് അകത്ത് കയറി നമുക്ക് കാണാനോ നിസ്കരിക്കാനോ ഉള്ള ഒരു സംഭവം. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കണ്ടോ. ഇതാണ് ഈ ദർഗയ്ക്ക് അകത്തുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ ഗേറ്റ് 2 വഴി തിരിച്ചിവിടെ ഇറങ്ങി ചെരുപ്പെല്ലാം എടുത്ത് ഇവിടെ ഇറങ്ങി പോകണ്ട. ഇവിടെ കുറേ ഫുഡിൻ്റെ കുറേ ഷോപ്പുകളുണ്ട്. ഇപ്പോൾ സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളാണ് ഉണ്ടോ, കുറേ സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളുണ്ട് ഈ സൈഡിലോട്ടൊക്കെ. പിന്നെ മൊത്തം ബിരിയാണി, ഒരുപാട് വെറൈറ്റി ബിരിയാണിയാണ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ല, ഫുള്ള് ബിരിയാണിയുടെ കുറേ ഷോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം സ്വീറ്റ് ഐറ്റംസ് ആണ്. ഇതൊക്കെ മലായി ഒക്കെ, ഇത് മിൽക്കാണ് എന്തോ, മറ്റേ കേസർ മിൽക്കാണ്. അതവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സമയം എടുക്കും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് എന്താ ബിരിയാണിയാണ്, ഫുള്ള് ബിരിയാണി, ചിക്കൻ കറി, മട്ടൻ കറി, ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാ തോന്നി മട്ടൻ അങ്ങനെയൊക്കെ. ഇത് ബീഫ് ബിരിയാണിയാണ്. നമ്മളപ്പോൾ ചെറുതായിട്ട് ബീഫ് ബിരിയാണി ട്രൈ ചെയ്തേക്കാം ഇവിടുത്തെ. ഓക്കെ, ഇതാണ് ബീഫ് ബിരിയാണി. ബീഫിൻ്റെ പീസും ബിരിയാണിയിലെ മന്തിൻ്റെ കൂട്ടുള്ള സംഭവം. മന്തി കണക്കിരിക്കും, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കഴിക്കാം. കറക്റ്റ് ഒരു മന്തിയുടെ റൈസിൻ്റെ ടേസ്റ്റ്, പക്ഷേ കുറച്ചും കൂടെ ഒരു സ്പൈസി ആയിട്ടുണ്ട്, കുറച്ചും കൂടെ എരിയൊക്കെ ഉണ്ട്. പിന്നെ ബീഫിൻ്റെ പീസൊക്കെ ഉണ്ട് കുറച്ചുകൂടി. ഇത് 60 രൂപേൻ്റെ പ്ലേറ്റാണ്, ചെറിയ പ്ലേറ്റാണ്, 60 രൂപേൻ്റെ റൈസും പിന്നെ കുറച്ച് പീസ് ബീഫ്. നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇന്നാ ബീഫ് കാണുന്നത് തന്നെ, ബാക്കി എങ്ങും ബീഫ് അവൈലബിൾ അല്ലായിരുന്നു. ഉണ്ടോ, കുറേ നാൾക്ക് ശേഷം ബീഫ് കാണുന്നത്. അങ്ങനെ ബിരിയാണി നമ്മൾ ഫിനിഷ് ചെയ്ത്, അടിപൊളി ബിരിയാണി ആയിരുന്നു, ഗുഡ് നൈസ് ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇച്ചിരി മന്തിയുടെ ഒരു ടേസ്റ്റ് ഇച്ചിരി എരി കൂടുതലായിരുന്നു.
നമ്മൾ ഈ ഒരു കൊച്ചു കടയിലാണ് ബിരിയാണി കഴിച്ചത്. ഇനി നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ട്രൈ ചെയ്യാം. ഇവിടെ സ്വീറ്റ്സിൻ്റെ നല്ലൊരു കട കിട്ടുമോ നോക്കട്ടെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ തപ്പി നടന്ന് നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും നല്ല കടകൾ കിട്ടും, നോക്കി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട് ഈ കടയിൽ നമുക്ക് സ്വീറ്റ്സ് കഴിക്കാം. നമുക്ക് ഈ ഒരു മിൽക്ക് കുടിക്കാം. ഏ ക്യാ ഹൈ ഭയ്യ? दूध है, दूध केसर बादाम का केसर दूध। दूध, ये रबड़ी, ये रबड़ी, ये केसर वो कलाकंद सादा, ओके, वो केसर का कलाकंद, वो रबड़ी वाला घेवर, वो गुलाब जामुन, वो जिलेबी और आइटम आने वाला है अभी। ഓക്കെ. ഇതിൻ്റെയൊക്കെ പേരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് നേരെ ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇത് കേസർ മിൽക്കാണ്. അപ്പോൾ നമുക്ക് ഒരു കേസർ മിൽക്ക്, 1 കേസർ മിൽക്ക് കിतना है? नहीं मलयालम या एक को कितना है? 30 रुपीज गिलास। 30 रुपीസ്. ഇതൊരു ഗ്ലാസ്സിന് മിൽക്ക് 30 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. റബഡി റബഡി रबड़ी बोलते हैं इसको मेरा भाई। റബഡി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ये क्या? कलाकंद है। हाँ, कलाकंद, खलाखंड. मावा बोलते हैं इसको। എല്ലാം പാലിൻ്റെ ഐറ്റംസാണ്. മറ്റേ മലായി ഇല്ലേ, പാലിൻ്റെ ഐറ്റംസാണ്. केसर का मावा, क्या? केसर केसर का मावा, केसर, प्योर केसर। प्योर केसर. चलो क्या हो गया? ഇത് മൂന്നും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഇത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കേസർ മിൽക്ക് വേണ്ടോ? അടിപൊളി ടേസ്റ്റ്. ആ ബദാമിൻ്റെ ഒക്കെ ഭയങ്കര ഫ്ലേവർ, നല്ല കട്ടിപ്പാല്. അതിൻ്റെ മേളിൽ ആ ബദാമൊക്കെ ഇട്ട് മൊത്തം സെറ്റപ്പാക്കി തന്ന്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, കൊള്ളാം. സ്വീറ്റ്സും കഴിച്ച് ഇറങ്ങി. അവിടെ നിന്ന് ഫുള്ള് മഴയോട് മഴ തന്നെ. നമ്മൾ ഇറങ്ങിയപ്പോൾ മൊത്തം മഴ. ഇവിടെ വന്ന് കാല് കുത്തിയിടം തൊട്ട് ഇവിടെയും മഴ തന്നെ. ഫുള്ള് ചെടിയൊക്കെ ആയി ഇവിടെ മൊത്തം. കണ്ടോ, അകത്ത് ആളും തിരക്കൊക്കെ കുറഞ്ഞു. ഇനി വൈകുന്നേരത്ത് ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ അകത്ത് ആൾ കാണത്തുള്ളൂ വലുതായിട്ട്. ഇപ്പം ഈ നേരത്തൊന്നും വലിയ തിരക്കില്ല. പുറത്തെല്ലാവരും പുറത്ത് ഈ ഫുഡും കഴിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ മൊത്തത്തിൽ ഉണ്ടോ ഫുള്ള് മഴ തോർന്ന് നിൽക്കുക. ആൾക്കാരൊക്കെ പുറത്തോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ സ്ട്രീറ്റ്സിൽ എന്തൊക്കെയുണ്ടോ കാണാൻ വേണ്ടിയുണ്ടോ. ഫുള്ള് ഇവിടെ മൊത്തം കച്ചവടങ്ങളൊക്കെ. ആ ഒരു ദർഗയുടെ ചുറ്റുമായിട്ടായിരുന്നു കൂടുതൽ ഫോട്ടോയുടെ മറ്റേ ഫുഡിൻ്റെ മൊത്തം ഷോപ്പുകൾ. ഇങ്ങോട്ടും ഫുഡിൻ്റെ ഇല്ല, ഇങ്ങോട്ട് മൊത്തം സ്വീറ്റ്സിൻ്റെതും പിന്നെ അതുപോലെ തന്നെ ഫാൻസി കടകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇവിടെയും ഒരു ഫുഡിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ടോ. മൊത്തം ആൾക്കാർ നിറയിരിക്കുക. ഇത്രയും ദിവസം ഇവിടെ വെജേ കിട്ടുന്നുള്ളൂ, നോൺ വെജ് കിട്ടുന്നില്ല എന്നായിരുന്നു വരാത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടു മൊത്തം നോൺ വെജ് കടകളാണ്. ഇവിടെ ഒരു മലയാളി ഹോട്ടലൊക്കെ ഉണ്ട്, കണ്ട ബർക്കത്ത് ഹോട്ടൽ, മലയാളി ഹോട്ടലാണ്. ഇവിടെ ഫുള്ളും ഉണ്ട്. ഇതെല്ലാം നോൺ വെജ് ഷോപ്പുകളാണ് മൊത്തം. ഇത് ഈ മോസ്കിന്റെ ഫ്രണ്ട് പോർഷനാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് എൻട്രൻസ്. നമ്മൾ നേരത്തെ വന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് വഴിയാണ് കയറിയെന്ന് തോന്നുന്നു. ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്, ഈ ഒരു ദർഗയുടെ മെയിൻ എൻട്രൻസ്. ഇപ്പം നിസ്കാരത്തിന്റെ സമയമായിട്ട് എല്ലാവരും പള്ളിക്കകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഫുള്ള് തിരക്കാണ് ഈ റോഡ് മൊത്തം. ഇവിടെ കണ്ടില്ല, ഇവിടെ ഇത് ഇച്ചിരി വലിയ റോഡാണ്. എനിക്ക് തോന്നുന്നു വണ്ടിയിലൊക്കെ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇതുവഴിയായിരിക്കും വരുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ള മാപ്പ് ഇട്ട് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വന്നത്. ഇത് കണ്ടില്ല, ഇവിടെ മൊത്തം കച്ചവടങ്ങളും മൊത്തം തിരക്ക്. എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് നടക്കുന്ന സമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. സൈഡിലെ കച്ചവടങ്ങളൊക്കെ തന്നെ. ഇവിടെ ഫുഡിൻ്റെ സ്ട്രീറ്റ് ഒന്നുമല്ല, ഇതേപോലത്തെ ഡ്രസ്സിൻ്റെയും പിന്നെ ഈ പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ തല വെക്കുന്ന തൊപ്പിയില്ലേ, ആ തൊപ്പിയും സ്കാർഫും അങ്ങനത്തെ സംഭവങ്ങളുടെ കുറേ കച്ചവടങ്ങളൊക്കെ ഇവിടെ. പിന്നെ ലേഡീസിൻ്റെ മറ്റേ ഹിജാബിയും അങ്ങനത്തെ ഡ്രസ്സുകളുടെയൊക്കെ കുറേ ഷോപ്പുകൾ അങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഫുൾ അങ്ങോട്ട് കുറേ തിരക്കാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ കയറി വന്ന ബാക്ക് സൈഡിലാണ് ഫുള്ള് ഫുഡിൻ്റെതും അങ്ങനത്തെ മറ്റു കടകളെല്ലാം, ഫുഡിൻ്റെ സ്പോട്ടുകളെല്ലാം ഈ ഒരു പള്ളിയുടെ ചുറ്റാകെയുള്ള ആ ഒരു കൊച്ചു വഴിയുടെ ഇടയിലായിരുന്നു ഫുള്ള് കച്ചവടങ്ങൾ. ഫുള്ള് ഫുഡിൻ്റെതും സ്വീറ്റ്സിൻ്റെ എല്ലാം ആ ഒരു ഭാഗത്തോട്ട്. ഇവിടെ മൊത്തം കണ്ടില്ലേ ഡ്രസ്സിൻ്റെതും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. വൈകിട്ട് ഇപ്പോൾ വീണ്ടും തിരക്കൂടിയതുണ്ടോ. ഇപ്പോൾ 6:30 സമയമായി. അപ്പോൾ എല്ലാവരും വൈകിട്ടത്തെ ആ ഒരു സമയത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമെന്നാണ്. വൈകിട്ട് ആ ഒരു കുക്കിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ വൈകുന്നേരം 6:30 കഴിഞ്ഞ്. അപ്പോൾ ഉണ്ട് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ഫുള്ള് കടകളിലെല്ലാം ലൈറ്റൊക്കെ ഇട്ടുന്നപ്പോഴത്തേക്ക് അടിപൊളിയായി. ഇവിടെയൊക്കെ വീണ്ടും ലൈറ്റ് ഇനി ഓപ്പൺ ആക്കാനൊക്കെ ഉണ്ട്, ഓണാക്കാനൊക്കെ ഉണ്ട്.
ആ കുക്കിങ്ങും പരിപാടികളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് വീണ്ടും ഈ ഒരു ടോമിനകത്തോട്ട് കയറാം. ആ ഒരു ദർഗയുടെ അകത്തോട്ട് നമുക്ക് വീണ്ടും കയറാം. സൈഡിലൊക്കെ ഉണ്ടല്ലേ ഫുള്ള് ഷോപ്പുകളെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. അപ്പം ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായി നിൽക്കും. അപ്പോൾ നമുക്ക് നേരെ ആ ദർഗയ്ക്ക് ഉള്ളിൽ കയറാം. ഇനിയിപ്പോൾ കുക്കിങ്ങിൻ്റെ ഒക്കെ ടൈം തുടങ്ങി. 7 മണിയാകുമ്പോഴത്തേക്ക് അവർ അതെല്ലാം ഇട്ട് ആ ഓഫറിങ്സ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ 8 മണിയാകുമ്പോഴത്തേക്ക് അവർ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് ആ ഒരു ഇതിനകത്തോട്ട് കയറാം, ദർഗയ്ക്കകത്തോട്ട് കയറാം. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഭയങ്കര ട്രാഫിക്കൊക്കെ കൂടിയിട്ടുണ്ട്, നല്ല ആൾക്കാരൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ഗേറ്റ് വഴി അകത്തോട്ട് കയറാം. അങ്ങനെ വീണ്ടും ഇതിനുള്ളിൽ കയറി. അപ്പോൾ ഇവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യം ഇതിനും അകത്തുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് ആളിറങ്ങാൻ പോവാം. അപ്പം സമയം 8 മണിക്കാണ് ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഗ്രില്ലും പിന്നെ ഈ നെറ്റൊക്കെ വെച്ച് ഫുള്ള് കവർ ചെയ്ത്, പിന്നെ പൈസ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മുടെ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. അകത്ത് മൊത്തം ക്ലീൻ ചെയ്ത് ഇനി വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. എല്ലാം പൊട്ടിച്ചിട്ട് ആണ്ട് ഇവിടെ തീയെല്ലാം കൊളുത്തി. അതുകൊണ്ട് തീ കൊളുത്തി ഇങ്ങനെ തീ പൊത്തി പുകഞ്ഞുകൊണ്ടിരിക്കുക. അത് പുകഞ്ഞൊന്ന് വരുമ്പോഴത്തേക്ക് ബാക്കി ഈ അരി എല്ലാം പൊട്ടിച്ച് ഇതിനകത്ത് ഇടുന്നതാണ്. അവിടെ ഇപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പൈസേൻ്റെ ഇതെല്ലാം എടുത്ത് ഇനി മാറ്റി. ഇനി ഒന്ന് പുകയൊക്കെ വരാൻ നേരത്തെ ഇതെല്ലാം എടുത്ത് മാറ്റി. എന്നിട്ട് ഈ അരി എല്ലാം തട്ടി അതിനകത്തിടും. ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ പാചകമൊക്കെ വൻ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് താമസിക്കുന്ന കാരണം പിന്നെ ഇനി 10-12 മണി കഴിയും അത് ഫുഡെല്ലാം സെറ്റായി വരാം. കാരണം ഒരുപാട് എമൗണ്ട് ഇല്ല, അത്ര എമൗണ്ട് ഉള്ളതുകൊണ്ട് കുറേ താമസിക്കും. അപ്പോൾ ഞാനങ്ങനെ അതിനകത്ത് നിന്ന് ഇറങ്ങി. നമുക്കിനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ളതാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു ഫുഡ് കഴിക്കാം. ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു. ഇവിടെ കയറി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഈ ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പറഞ്ഞ് നമ്മൾ കുറേ ദിവസമായി ബിരിയാണി കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 2 നേരം ബിരിയാണി ആയിരുന്നു. ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണി കഴിച്ച് രാത്രി വേണ്ട ചിക്കൻ ബിരിയാണി. കുറേ ദിവസമായി. എന്നിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈയും കൂടെ ഇപ്പോൾ വരും. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ബിരിയാണി പിന്നും കൊള്ളാം. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണീൻ്റെ ടേസ്റ്റ് അല്ല, ഇത് വേറൊരു ടേസ്റ്റ്. ഉച്ചയ്ക്ക് കഴിച്ച ഒരു മന്തിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വേറൊരു ടേസ്റ്റ് ഉണ്ട്. ഇതെന്തായാലും കൊള്ളാം. എനിക്ക് ഉച്ചയ്ക്കത്തെ ബീഫ് ബിരിയാണിയേക്കാളും എനിക്കിത് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത് ചിക്കനാണ് കണ്ടോ, 2 പീസ് ചിക്കനും പിന്നെ റൈസും. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസി ആയിട്ടുണ്ട്. നല്ല ചുമന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ. നാരങ്ങ നീരെ കൂട്ടി ഇതുപോലത്തെ ചിക്കൻ ഫ്രൈ തിന്നിട്ട് കുറച്ച് നാളായി. എത്ര നാളായതറിയാമോ? അടിപൊളി. ഇതിൻ്റെ പീസൊക്കെ ഉണ്ടാവും, കിഡിലും പീസ്, നല്ല വെന്ത പീസ്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ച് നടന്നു പോവുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാഗ് സാധനങ്ങളെല്ലാം അവിടെ ക്ലോക്ക് റൂമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയി എടുക്കണം. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് കിടക്കാം. ഇവിടുന്ന് 1 കിലോമീറ്ററാണുള്ളത്. നമുക്ക് നടന്നങ്ങെത്താം. ഗായ്സ് അങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. അപ്പോൾ ഇനി ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കണം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അജ്മീറിലെ കാഴ്ചകൾ? നാളെ നമ്മൾ കാണാൻ പോണത് പുഷ്കറിലെ കാഴ്ചകളാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം കയറി മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.